ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. മഹീന മുന്ന അതേപോലെ റാഫി ഡി ക്യു ഇവർ വേർപിരിഞ്ഞു എന്ന ഒരു സംഗതി, ഒരു വാർത്ത വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ റാഫി ഡി ക്യുവിൻ്റെ വൈഫായിട്ടുള്ള മഹീന മുന്ന അവരവരുടെ യൂട്യൂബ് ചാനൽ മഹീന മുന്ന വ്ളോഗ്സ് എന്ന ചാനലിൽ അവരൊരു എക്സ്പ്ലനേഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു. വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ അല്ലേ? അപ്പോൾ അവർ ഇങ്ങനെ പറയുന്നുണ്ട്, ഞങ്ങൾ സെപ്പറേറ്റഡ് ആണ് എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതിൽ എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, കല്യാണം കഴിക്കുന്നതോ സെപ്പറേറ്റഡ് ആകുന്നതോ ഡിവോഴ്സ്ഡ് ആകുന്നതോ ഒക്കെ വലിയ കാര്യമൊന്നുമില്ല. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അത് ചെയ്യുന്ന ആളുകൾ മോശക്കാരാണെന്നോ തേപ്പുകാരാണെന്നോ ഒന്നും പറയാൻ പറ്റൂല. ഇപ്പോൾ പല ആൾക്കാരും എന്താ വെച്ചാൽ സെപ്പറേറ്റഡ് ആണ് എന്ന് കേൾക്കുമ്പോൾ പല ആളുകളും എന്ന് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ, ഭാര്യ ഭർത്താവിനെ തേച്ചു, അല്ലെങ്കിൽ ഭാര്യയ്ക്ക് വേറെ അവിഹിതം, വേറൊരുത്തനെ കണ്ടപ്പോൾ അല്ലെങ്കിൽ വേറെ സൗകര്യങ്ങൾ കണ്ടപ്പോൾ ഭർത്താവിനെ തേച്ചു എന്ന് പലപ്പോഴും പറയും. എന്നിട്ട് ഓളേൻ്റെ സ്ലട്ട് ഷെയിം ചെയ്യും അല്ലേ? വേറെ എല്ലാവരും പറയുന്നത് വെച്ചാൽ, അവനക്ക് പണ്ടേ അറിയായിരുന്നു, ആ കിട്ടോ മാനപ്പൂർവ്വം ഓളെ പറ്റിയിട്ടാണ്, അവന് വേറെ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു അല്ലേ, അവൻ്റെ സ്വഭാവം മഹാപ്പിഴയായിരുന്നു എന്നൊക്കെ അങ്ങനെ കുറേ ടീംസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു പറയുന്നത്, മഹീന മുന്ന പറയുന്നത്, അവരുടെ ചാനൽ പറയുന്നത്, അവരോടും അവരുടെ സുഹൃത്തുക്കളോടും, അവരോട് പറഞ്ഞാൽ അവരുടെ യൂട്യൂബ് ചാനലിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾ കേട്ടോ, അവരുടെ സുഹൃത്തുക്കളോടും അതേപോലെ അവരുടെ ഉപ്പാനോടും ഉമ്മാനോടൊക്കെ വന്നിട്ട് ഞാൻ ചോദിക്കുന്നുണ്ട്, എന്താണ് ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചത്? ഇവർ പണ്ടത്തെ പോലെ ഹാപ്പി അല്ലല്ലോ, വീഡിയോസൊക്കെ അടിപൊളിയായിട്ട് ചെയ്ത ടീംസാണല്ലോ, ഗൾഫിലെത്തിയതിന് ശേഷം കാര്യമായി മാറ്റങ്ങൾ വന്നല്ലോ. അവരിപ്പോൾ ദുബായിലാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളുണ്ടല്ലോ, എന്തൊക്കെ സംഭവിച്ചത്, എന്തൊക്കെ കുനിഷ്ഠ പരിപാടി ഉണ്ടല്ലോ, എന്താ സംഭവിച്ചത്, ഒരു സെപ്പറേറ്റഡ് ആണോ ഡിവോഴ്സ്ഡ് ആണോ എന്നൊക്കെ. അല്ല, ഒരേ കെട്ടിയവനായിട്ടുള്ള റാഫി ഭയങ്കര തമാശ എന്ന് പറഞ്ഞ രീതിയിൽ ഇൻസ്റ്റാഗ്രാമിലെ കുറേ വീഡിയോസൊക്കെ ചെയ്തിട്ട് അങ്ങനെയല്ലേ. ഞാൻ ആദ്യമായിട്ട് ഈ കക്ഷീനെ ശ്രദ്ധിക്കുന്നത് അങ്ങനെയാണ്. പിന്നെ ചക്കപ്പഴം എന്നുള്ള ആ ഒരു പ്രോഗ്രാമിൽ മുപ്പരി വന്ന് ഒക്കെയാണ്. അപ്പോൾ പലരും പറയുന്നത് റാഫിയുടെ കാശ് കണ്ടിട്ടാണ് മഹീന മുന്ന ഓനെ കെട്ടിയത് എന്നൊക്കെ പറഞ്ഞത്. ഇപ്പോൾ ഓൾക്ക് ദുബായിൽ ജോലിയായപ്പോൾ ഓൻ്റെ ഫെയിമും കുറച്ച് കുറഞ്ഞ് അപ്പോൾ അവനെ തേച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ടീംസ് അങ്ങനെയൊക്കെ പറയുന്ന കുറേ ആളുകളുണ്ട്. അപ്പോൾ ഇവിടെ പിന്നെ എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്, അവർ തമ്മിൽ എന്തോ പ്രശ്നമുണ്ടല്ലോ, എക്സ്ട്രാ മറ്റു റിലേഷൻഷിപ്പാണോ ഇതിൻ്റെ കാരണം എന്നൊക്കെ പറഞ്ഞിട്ട് പല വീഡിയോസിൽ താഴെയുള്ള കമൻറ്റുകളൊക്കെ ശ്രദ്ധയപ്പെടുകയുണ്ടായി. അപ്പോൾ എന്താ ചെയ്യുക, ആളുകൾക്ക് ഇത് അറിയാണ്ട്, ആളുകൾക്ക് കുൽസിതമാണ് അറിയേണ്ടത്. കുൽസിതം എന്താ വാക്കില്ല, കുൽസിതം. അപ്പോൾ ഇവരെ വീഡിയോയിൽ പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ കേട്ടോ. ഒന്നാമത്തെ കാര്യം, ഇനി ഇതിനെക്കുറിച്ച് ആളുകൾ ഓരോ ഉപ്പാനോടും ഉമ്മാനോടും ഫ്രണ്ട്സിനോടും ചോദിക്കേണ്ട. ഫ്രണ്ട്സിനോടൊക്കെ ചോദിക്കുമ്പോൾ അവർക്കത് ഇറിറ്റേഷൻ പോലെയൊക്കെ ആയിരിക്കും എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇവർ പറയുന്നൊരു കാര്യമുണ്ട് കേട്ടോ, അതെനിക്ക് വളരെ മെച്യൂർഡായി തോന്നി. അതായത്, ആരാണ് തെറ്റുകാരൻ, ആര് തെറ്റുകാരി, ആരുടെ ഭാഗത്താണ് തെറ്റ് സംഭവിച്ചത്, അങ്ങനെയൊന്നും നോക്കേണ്ട കാര്യമില്ല. പിന്നെ കോമഡി ചെയ്യുന്ന ആൾ എപ്പോഴും ലൈഫിലും അങ്ങനെ കോമഡി ഹ്യൂമറസ് ആയിരിക്കണം എന്ന് വിചാരിക്കരുത്. അവർക്ക് വേറൊരു സൈഡ് ഉണ്ട്. ശരിയാണ്, എല്ലാവർക്കും ഉണ്ട് അങ്ങനെ. എല്ലാവർക്കും ഈ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ സമയം ചിരിച്ചുകൊണ്ടാണെന്ന് പറയാൻ പറ്റില്ല. ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരിക്കും. സാമ്പത്തിക പ്രശ്നം, ശാരീരികമായ വൈകാരികമായ പ്രശ്നമൊക്കെ ഉണ്ടായിരിക്കും. അതേപോലെ ഇപ്പുറത്ത് വൈഫിനും പലരും പറയുന്നത്, ദുബായിൽ വന്നതിന് ശേഷമാണ് അവർക്ക് മാറ്റങ്ങൾ വന്നത്. അപ്പോൾ അവനെ തേച്ചു, അവനെ ഫെയിമില്ലാത്ത അവസ്ഥയിൽ തേച്ചു, അവനെയൊക്കെ ബെറ്ററായ ആളെ കണ്ടിട്ടുണ്ടാവും എന്നൊക്കെ പലരും പറയുന്നത്. ദുബായിൽ വരുന്നത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവരെ പേഴ്സണലി അറിയാവുന്ന ആളുകൾ മഹീനേനെ ഒരിക്കലും കുറ്റം പറയില്ല എന്നൊക്കെ അവർ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവർ പറയുന്നുണ്ട്, ഈ രണ്ട് പേര് തമ്മിൽ അവർ കല്യാണം കഴിക്കുന്നത് എന്തെങ്കിലും ഡിവോഴ്സ്ഡ് ആവാൻ വേണ്ടിയിട്ടല്ലല്ലോ. അപ്പോൾ അങ്ങനെ കല്യാണം കഴിക്കുന്ന സമയത്ത് ഇവരുടെ അവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവർ ആ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരുപാട് ആഗ്രഹിക്കുക, അതിന് വേണ്ടിയിട്ട് എഫേർട്ടൊക്കെ എടുക്കും. പക്ഷേ ഒരു പോയിന്റിലല്ല ഇവർ പതിയെ മനസ്സിലാവുകയാണ് വിചാരിക്കാം, അതായത് ഇത് സെറ്റാവില്ല എന്ന്. അപ്പോൾ വളരെ ഹെൽത്തി ആയ രീതിയിൽ രണ്ടുപേരും രണ്ട് വഴിക്ക് സ്പ്ലിറ്റ് ആവുക, അവരുടെ കാര്യം നോക്കുക, അവരുടെ മെൻ്റൽ ഹെൽത്ത്, ഫിസിക്കൽ ഹെൽത്ത്, അതിൽ ഉത്തരവാദിത്തങ്ങൾ, വീട്ടുകാരെ നോക്കേണ്ട, ഉപ്പാനും ഉമ്മാനെയൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ നോക്കേണ്ട ഉത്തരവാദിത്തം, പെങ്ങളോ അനിയനോ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ നോക്കേണ്ട ഉത്തരവാദിത്തം ഇതൊക്കെ ആയിട്ട് പോവുക എന്ന് പറയുന്നത് അല്ലേ? എത്രയേ ഉള്ളൂ. പല ആളുകളും ഇല്ലേ, തല്ല്, ഇടി, കുത്ത്, ചവിട്ട് അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ പോയോണ്ടിരിക്കും. എന്താ അതിൻ്റെ ഒരു ആവശ്യം? അപ്പോൾ മെച്ചുവേർഡായ രീതിയിൽ ഫ്രണ്ട്ലി ആയിട്ട് തന്നെ പിരിയുക എന്നൊരു സംഗതി അതെനിക്ക് വളരെ പ്രോഗ്രസീവായിട്ട് തോന്നി. ഓക്കെ, ഒരു വേറൊരാളിങ്ങനെ കുറ്റം പറഞ്ഞില്ല, വേറെ ചിലരാണെങ്കിൽ മാറ്റവൻ എന്നോട് ഇത് ചെയ്തിട്ടാണ് ഇത് ചെയ്തത് ഇതൊക്കെ. പ്രത്യേകിച്ച് ഇൻഫ്ലുവൻസർ കൂടിയാണെങ്കിൽ ഇവർ രണ്ടുപേരും സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ ആക്റ്റീവാണല്ലേ, ആണെങ്കിൽ ഇവരിങ്ങനെ പറയരുത്, മാറ്റം എന്നോട് അത് ചെയ്തു, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ റീച്ച് കൂട്ടായിരുന്നു. പക്ഷേ ഇവർ പറയുന്നത് ഇവരങ്ങനെ ചെയ്യണില്ല.
ഇവർ പറയുന്ന അല്ല കേട്ടോ, ലൈഫിൽ എന്തെങ്കിലുമൊക്കെ വയലൻസ് നടന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇവർക്ക് പേഴ്സണലായ കാര്യങ്ങൾ ആളുകളടുത്ത് ഷെയർ ചെയ്യണമെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഉണ്ടല്ലോ, പറയാം. ഇവർ പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ഇവരുടെ ഹാപ്പി മൊമെൻറ്റ്സ് മാത്രമേ ഷെയർ ചെയ്യുന്നുള്ളൂ. ഇവർ ഒരുപാട് സങ്കടങ്ങളും ഇതൊക്കെ ഉണ്ടായിരിക്കും എല്ലാവരുടെ ലൈഫിലുള്ള പോലെ. അത് ഷെയർ ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. അതവരുടെ പക്ക പേഴ്സണലായ ഒരു കാര്യമാണ്. അവർക്കും അതായത് റാഫിക്കും മഹീനക്കും അവരുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ അറിയാവുന്ന ഒരു കാര്യമാണ്. ആ ഒരു സർക്കിളിൽ നിൽക്കുന്ന ഒരു സാധനമാണ്. അത് പുറത്ത് പറയാൻ ആഗ്രഹമില്ല എന്ന്. എന്നാലും ആളുകൾക്ക് ഭയങ്കര ആഗ്രഹമായിട്ട് ചെകഞ്ഞുകൊണ്ട് പോലും എന്നാലും എന്താ സംഭവിച്ചത്? ചില ആളുകളൊക്കെ ഇങ്ങനെ പറയലുണ്ട് അല്ലേ, അയ്യോ അതായത് ശരിക്കും ഇതായിരിക്കാം, പക്ഷെ അത് വേറൊരു രീതിയിൽ ട്വിസ്റ്റ് ചെയ്തിട്ടാണ് ഇവർ അവതരിപ്പിക്കുന്നത് എന്നൊക്കെ. എന്താ പറയുക, എന്തായാലും ഞാൻ ഇത് തുടക്കത്തിൽ പറഞ്ഞൊരു പോയിൻ്റ് ഇതാണ്. ഈ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ജീവിതകാലം മുഴുവൻ ഒരുമിച്ച് ജീവിക്കണം എന്ന് അങ്ങനെ നിർബന്ധമൊന്നുമില്ല. ഇന്ന് കരുതി ടൈം പാസിന് കല്യാണം കഴിക്കണം എന്നല്ല കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല കേട്ടോ, എനിക്കറിയില്ല. എനിക്ക് കല്യാണം കഴിക്കാൻ പേടിയാണ് ഉള്ള കാര്യം പറയാമല്ലോ. അപ്പോൾ അവിടെ അതിനുള്ള ബോധമില്ല. എൻ്റെ കാര്യം നോക്കാൻ തന്നെ ബോധമല്ല. എന്നിട്ട് അപ്പോൾ നാട്ടുകാരായിരുന്നു നോക്കുന്നത്. അപ്പോൾ അവിടെ പറഞ്ഞു വരുന്നത് വേറൊരാളുടെ കാര്യം നോക്കുന്നത്. സോറി, പറഞ്ഞൊന്നിപ്പോൾ മാറിപ്പോയതാണ്. അപ്പോൾ അവിടെ പറഞ്ഞു വരുന്നത്, നമുക്ക് ഒരാളുടെ കൂടെ ഒരാളെ നമ്മൾ ഇഷ്ടപ്പെടുന്നു എന്ന് വരും. ഇപ്പോൾ അവർ നല്ല പ്രണയമാണ് വിചാരിക്കുക, പ്രേമിച്ചിട്ടാണ് കല്യാണം കഴിക്കണം വിചാരിക്കുക. ഈ പ്രേമിച്ച് കിടക്കുമ്പോൾ ഒരു അവസ്ഥയാവണമെന്നില്ല കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ. പിന്നെ അതുപോലെ കരിയറിൽ പല മാറ്റങ്ങളുണ്ടായിരിക്കാം, തിരിച്ചടികളുണ്ടായിരിക്കാം, സാമ്പത്തികമായ പ്രശ്നങ്ങളുണ്ടായിരിക്കാം. അതേപോലെ തന്നെ ഈ രണ്ടുപേരും മാനസികമായിട്ടും വൈകാരികമായിട്ടും ശാരീരികമായിട്ടൊക്കെ എത്രത്തോളം ഐക്യം ഉണ്ടെങ്കിലും വേറെ പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടായിരിക്കാം. ഇപ്പോൾ കരിയർ ചോയ്സുകൾ അങ്ങനെ പലതുണ്ടായിരിക്കാം. ഇപ്പോൾ ഈ ലവ് മാരേജുകളിലാണ് ഏറ്റവും കൂടുതൽ ഡിവോഴ്സ് റേറ്റ് ഏറ്റവും കൂടുതൽ ലവ് മാരേജുകളിലാണ് ഞാൻ എവിടെ ഒരു പഠനം കണ്ടിട്ടാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് ഞാൻ പലപ്പോഴും വണ്ടർ ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കും? സംഗതി ഇത്രയേ ഉള്ളൂ. പ്രേമിച്ചടക്കുമ്പോൾ ഉള്ള ഒരു ലൈഫല്ല കെട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. പ്രേമിച്ചടക്കുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സ്ഥിരം കാണണം എന്നില്ല. അതേപോലെ തന്നെ ഒരാളുടെ അവരുടെ പേഴ്സണൽ ലൈഫിലുള്ള അവരുടെ കുറേ സീക്രട്ടുകൾ നമുക്ക് അറിയുന്നുണ്ടായിരിക്കില്ല. നല്ലൊരു സൈഡ് മാത്രമേ പലപ്പോഴും പ്രേമിച്ചടക്കുമ്പോൾ അറിയുന്നുണ്ടായിരിക്കുള്ളൂ. അല്ല ഒരു മോശം അവസ്ഥയൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ അത് ഒരു പക്ഷേ അതൊരു സിമ്പതി പിടിച്ച് പറ്റാനോ അല്ലെങ്കിൽ ഒരു എൻ്റെ സ്വത്തുട്ടനെ അല്ലെങ്കിൽ എൻ്റെ സ്വത്തുട്ടി ഇങ്ങനെ സങ്കടം ഉണ്ട്, ഇങ്ങനെ വിഷമമുണ്ട് അല്ലേ, കുഴപ്പമില്ല, അവളെ ഞാൻ നന്നാക്കും, ഇങ്ങനെയൊക്കെ വിചാരിക്കുന്ന ടീംസൊക്കെ ഉണ്ടായിരിക്കും അല്ലേ. പക്ഷെ ഒരുമിച്ച് ജീവിക്കുന്ന സമയത്ത് മനസ്സിലാവും ഇങ്ങനെയായിരുന്നു അല്ലേ എന്ന്. പിന്നെ ഇവർ പറയുന്ന വേറെ കാര്യം കേട്ടോ, ആരും അങ്ങനെ 100% നല്ലതും ശരിയൊന്നും അല്ല. എല്ലാവർക്കും അവരുടേതായ വീക്ക് പോയിൻറ്റുകൾ ഉണ്ടായിരിക്കും എന്നൊക്കെ. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ, അതൊരു മിക്സാണ്. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് നമ്മളെങ്ങനെയുള്ള ടൈപ്പ് ആളുകളാണെങ്കിലും നമുക്ക് സെറ്റാവുന്ന ആളുകൾ ഈ ലോകത്ത് ഉണ്ടായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൻ്റെ ഒരു വിശ്വാസമാണ് കേട്ടോ, അറിയില്ല. പിന്നെ അതിൻ്റെ വേറൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഡിവോഴ്സ്ഡ് ആവുന്ന സമയത്ത് പലരും ഇങ്ങനെ പറയില്ലേ, ഭർത്താവിൻ്റെ പ്രശ്നം കൊണ്ടാണ് ഡിവോഴ്സ്ഡ് ആയത്, ഭാര്യയുടെ പ്രശ്നം കൊണ്ടാണ് ഡിവോഴ്സ്ഡ് ആയത് എന്നൊക്കെ. അപ്പോൾ ഞാൻ അതിൻ്റെ കാര്യമുണ്ട്, ഓരോരുത്തർക്കും ഓരോ പ്രയോറിറ്റീസ് ഉണ്ടായിരിക്കും അല്ലേ. ഈ പ്രയോറിറ്റീസ് ചിലപ്പോൾ മാറും. അതേപോലെ തന്നെ ചില സമയത്ത് എന്താ വെച്ചാൽ നമ്മൾ ഒരുപാട് പ്രതീക്ഷകളായിട്ടായിരിക്കും കല്യാണത്തിലേക്കൊക്കെ കയറി വരുന്നുണ്ടായിരിക്കുക. പക്ഷേ ഈ പ്രാക്ടിക്കൽ ലൈഫിൽ ഇത് കിട്ടണില്ല തോന്നുന്ന സമയത്ത് ഭയങ്കരമായിട്ട് നിരാശയും സങ്കടമൊക്കെ വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് അത്ര പ്രായമില്ല, നമുക്ക് ഇത് വിടുക, വേറെ ലൈഫും നമുക്ക് മുന്നിലുണ്ട്, ഇത് മാത്രമല്ല ലൈഫ് എന്നൊക്കെ തിരിച്ചറിയുമ്പോൾ പലപ്പോഴും നമ്മളത് വിട്ടിട്ട് പോകുന്നുണ്ടായിരിക്കും. അതാരും കുറ്റപ്പെടുത്താൻ പറ്റില്ല. പ്രതീക്ഷകൾ അല്ലേ, ഒരുപാട് പ്രതീക്ഷിക്കുന്നതിൻ്റെ വിഷയമായിരിക്കും. പിന്നെ വേറൊരു സംഗതി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും ലൈഫിൽ കരിയറിൽ എന്തെങ്കിലുമൊക്കെ അനിശ്ചിതാവസ്ഥ വരിക, സാമ്പത്തികമായിട്ട് പ്രശ്നം വരിക, അസുഖങ്ങൾ വരിക, അങ്ങനെ എന്തെങ്കിലും വരുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ ഈ പ്രതീക്ഷിച്ച സ്നേഹം നമ്മൾ വിചാരിച്ച തോതിൽ കിട്ടണമെന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെ വിഷയങ്ങളുണ്ടായിരിക്കുമല്ലോ, അതൊക്കെ സംഭവിക്കാം. നമുക്ക് ഊഹിച്ചാൽ മനസ്സിലാവുന്നേ ഉള്ളൂ. പിന്നെ ഇതിപ്പോൾ ചെയ്യാൻ ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ള വേറൊരു കാര്യം, ചിലപ്പോൾ ഈ രണ്ടുപേരും അടിപൊളിയായിരിക്കാം, ചിലപ്പോഴല്ലാണ്. പക്ഷേ വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇപ്പോൾ നമ്മൾ പറയാമല്ലോ, ഒരാൾ വിചാരിക്കണം ഞാൻ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നുണ്ട് മറ്റേ ആളെ എന്നൊക്കെ. അപ്പോൾ പലരും ഈ സോഷ്യൽ മീഡിയയിലൊക്കെ യൂട്യൂബ് വീഡിയോസിൻ്റെ താഴെ, ഇൻസ്റ്റാഗ്രാം വീഡിയോസിൻ്റെ താഴെയൊക്കെ പലരുടെയും താഴെ വന്നിട്ട് കമൻറ്റ് ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ച് ഡിവോഴ്സ്ഡ് ആയ ആളുകളുടെ. എന്ത് സ്നേഹമുള്ള കൊച്ചാണ് നോക്ക് ഈ ഭാര്യനെ കുറിച്ച് പറയുമോ, അല്ലെങ്കിൽ എന്ത് സ്നേഹമുള്ള ഭർത്താവാണെന്ന് നോക്ക് ഭർത്താവ് അല്ലേ. എന്നിട്ട് അവൻ അവളെ തേച്ചു അല്ലെങ്കിൽ അവൾ അവനെ തേച്ചു, എന്ത് ദുഷ്ടത്തി അല്ലെങ്കിൽ ദുഷ്ടനാണ് അവൻ അല്ലെങ്കിൽ അവൾ എന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്ക് തോന്നുന്നുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരും അടിപൊളിയായിരിക്കും. പക്ഷേ വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾ വിചാരിക്കുകയാണ് എൻ്റെ കയ്യിൽ ചിക്കൻ ബിരിയാണിയാണ് ഉള്ളത്, ഈ ചിക്കൻ ബിരിയാണിയാണ് ഞാൻ കൊടുക്കണം, എന്നിട്ടും അവരെന്നെ വില കൽപ്പിക്കണില്ല എന്നായിരിക്കും ഒരാളുടെ വേർഷനിലെ. ഒന്ന് ആലോചിച്ച് നോക്കി, അപ്പുറത്തേക്കണ ആൾക്ക് ഇത് ചിക്കൻ ബിരിയാണി ആയിട്ട് ചിലപ്പോൾ തോന്നണമെന്നില്ല. അതായത് കൊടുക്കണ സ്നേഹവും നമ്മുടെ പ്രസൻസും ഒക്കെ.
അല്ലെങ്കിൽ ചിക്കൻ ബിരിയാണി ഒന്നും മടുത്തിട്ടുണ്ടായിരിക്കാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ ബിരിയാണി ഞാൻ അത് വളരെ നെഗറ്റീവായിട്ട് അങ്ങനെ പറയുന്നതല്ല കേട്ടോ, അങ്ങനെ ആലോചിക്കുക. ഇപ്പോൾ ഞാൻ എന്നെ ഒരുത്തി തേച്ച് പോയി വിചാരിക്കാം, അല്ലെങ്കിൽ ഞാൻ കല്യാണം കഴിച്ച് ഞങ്ങൾ സ്പ്ലിറ്റായി വിചാരിക്കുക, സെപ്പറേറ്റായി ഡിവോഴ്സ്ഡായി വിചാരിക്കുക. അപ്പോൾ ഞാൻ വന്നിട്ട് ഇങ്ങടെ മുന്നിൽ നിന്ന് പറയാണ്, ഞാൻ എത്ര അവളെ സ്നേഹിച്ചു, ഞാൻ ഇതൊക്കെ ചെയ്തു കൊടുത്തു, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്ത്, പക്ഷേ അവൾ എന്നെ തേച്ചു. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് എൻ്റെ കയ്യിൽ ചിക്കൻ ബിരിയാണി ഇതാണ് ഞാൻ കൊടുത്തത്. ഇത് അവൾക്ക് ചിക്കൻ ബിരിയാണി ആയിട്ട് തോന്നിയിട്ടുണ്ടാവില്ല. കാരണം അവളുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും അവൾക്ക് വേണ്ട സ്നേഹമൊക്കെ വേറൊരു രീതിയിലായിരിക്കും അവളെ സമയത്തോളം. അത് എനിക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടാവില്ല ആ തീവ്രതയിൽ, അല്ലേ? അല്ലെങ്കിൽ എന്താ വെച്ചാൽ അവൾക്ക് ഇത് ഓവറായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ബോറടിക്കും. നമുക്ക് ചിക്കൻ ബിരിയാണി ഇഷ്ടമാണ് വിചാരിച്ചിട്ട് ഏത് നേരം ചിക്കൻ ബിരിയാണി ഇട്ടിട്ടുണ്ടെങ്കിൽ വെറുപ്പ് പിടിക്കും. രാവിലെ ഉച്ചക്ക് അന്ത്യമ്പോഴൊക്കെ ചിക്കൻ ബിരിയാണി ആണെങ്കിലും അവസ്ഥ അയച്ചൊക്കെ എല്ലാ ദിവസവും, അല്ലേ? ഇതിൻ്റെയൊക്കെ വിഷയമുണ്ട്. പിന്നെ ഈ എത്രത്തോളം ആളുകൾ സ്നേഹത്തിലാണ് കമ്പനിയാണെന്ന് പറഞ്ഞാലും അവരുടേതായ പ്രൈവസി കൊണ്ടുവരും. വ്യക്തികളല്ലേ, പ്രൈവസി കൊണ്ടുവരും. ഏത് സമയം കെട്ടിപ്പിടിച്ചിരിക്കാൻ പറ്റുമോ? ഇല്ല. പിന്നെ കുറേ ചലഞ്ചുകളുണ്ടാവും. ഇപ്പോൾ രണ്ടുപേര് സോഷ്യൽ മീഡിയയിലുള്ള ആളുകളാണ്, അവർക്ക് അവരുടേതായ കുറേ ഒരു പ്രൈവസി, മീ ടൈം വേണ്ടി വരും, അവരുടേതായ കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെക്കുന്ന സമയത്ത് വ്യക്തിത്വം ബോധമുള്ള ആളുകളായിരിക്കുമല്ലോ വ്യക്തിത്വം എന്ന് പറയുന്ന സംഗതി. അപ്പോൾ അതിന് ഏതെങ്കിലും കാര്യങ്ങൾ ഒരു തടസ്സമായിട്ട് അങ്ങനെയുള്ള ഒരു കാരണമായിട്ട് വരികയാണെങ്കിൽ സ്പ്ലിറ്റായി പോകേണ്ടായിരിക്കും. എന്തായാലും എനിക്കിതിലൊരു സന്തോഷം തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഇവർ സ്പ്ലിറ്റാവുമ്പോൾ സ്പ്ലിറ്റാവുന്ന സമയത്ത് അവർ പ്രൈവസി കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ പരസ്പര ബഹുമാനത്തോടു കൂടി തന്നെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പരസ്പരം ബഹുമാനത്തോടു കൂടി തന്നെയല്ലോ ഇവർ നിൽക്കുന്നത്. അങ്ങനെ നിന്നുകൊണ്ട് തന്നെ വളരെ വളരെ കരിയറിസ്റ്റിക്കായ രീതിയിൽ അവർ കാര്യങ്ങൾ പ്രാക്ടിക്കലായി നോക്കി കാണുന്നുണ്ട് എന്നുള്ളതാണ്. ഇതൊരു മാതൃകയായിട്ട് എനിക്ക് തോന്നിയിട്ടോ. പലരും ഇങ്ങനെ കുറ്റം വന്ന് ഇങ്ങനെ പറയുന്നുണ്ടായിരിക്കും, ഇത് ഇങ്ങനെ തോന്നി. പിന്നെ അവർ പറയുന്നുണ്ട് പല ആളുകൾ ആത്മഹത്യ ചെയ്യും ഡിവോഴ്സിന്. അങ്ങനെ ഡിവോഴ്സിൻ്റെ വക്കിലെത്തി ആത്മഹത്യ ചെയ്യും ആൾക്കാർ. അത് വേറെ വല്ല കാരണം കൊണ്ടായിരിക്കും ആത്മഹത്യ ചെയ്യണത്. എനിക്കറിയില്ല കേട്ടോ, ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല ഡിവോഴ്സ് കാരണം കൊണ്ട് ആത്മഹത്യ ചെയ്യുന്ന ആളുകൾ. ഡിവോഴ്സ് ചെയ്യപ്പെടുന്ന സമയത്ത് അല്ലെങ്കിൽ സ്പ്ലിറ്റ് ആവുന്ന സമയത്ത് സെപ്പറേറ്റ് ആവുന്ന സമയത്ത് വീട്ടുകാരിൽ നിന്ന് കുടുംബത്തിൽ നിന്നൊക്കെ ചിലപ്പോൾ എതിർപ്പുണ്ടായിരിക്കും. പ്രത്യേകിച്ച് ആ പെണ്ണിനോട് അവളുടെ സ്വഭാവം ചേരില്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇജ് അണക്ക് അഡ്ജസ്റ്റ് ചെയ്തോടെ എന്നൊക്കെ പറയുന്നുണ്ടായിരിക്കും. അണക്ക് തണ്ടാണ് എന്ന് വെച്ചാൽ ഭയങ്കര ധിക്കാരാണ്, അതുകൊണ്ടാണ് ഈ അന്നെ ആര് നോക്കുന്നു വിചാരിച്ചിട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ചില കമൻറ്റുകളൊക്കെ വരും. നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ പലപ്പോഴും കേൾക്കലുള്ളതാണത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് അങ്ങനെയൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. സ്വന്തം കാലിൽ നിൽക്കാൻ ശ്രമിക്കുക ആദ്യം, എന്നിട്ടൊക്കെ കല്യാണം കഴിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ വർത്തമാനങ്ങളൊക്കെ കേൾക്കും. പിന്നെ ഒരാളെ ഓവറായിട്ട് നമ്മൾ സഹിക്കേണ്ട കാര്യമില്ല. ഈ ലോകത്ത് എല്ലാവർക്കും അവരുടേതായ സാധ്യതകളുണ്ട്. അത് കുറച്ച് കഷ്ടപ്പെട്ടാലും നമ്മൾ ആ ഒരു നല്ല രീതിയിൽ നമുക്ക് ആവാൻ സാധിക്കും. അപ്പോൾ തല്ലും അടിയും കുത്തും ചവിട്ടൊന്നും നമ്മൾ ഒരിക്കലും അനുഭവിക്കേണ്ട കാര്യമില്ല. ഈ റാഫി അങ്ങനെ ചെയ്തു എന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞു തരുന്നത്. ഞാൻ പൊതുവേ ലൈഫിൽ ഒരു കാര്യം പറയാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇത് തികച്ചും നേച്ചുറലായിട്ടുള്ള സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരാളോട് ഇഷ്ടം തോന്നുക എന്നുള്ളത് കല്യാണം കഴിക്കുക എന്ന് പറയുന്ന ഒരു ചാൻസും കൂടിയാണ്. അത് വേറെ കാര്യം. കല്യാണം കഴിക്കുക എന്നുള്ളത്, പിന്നെ എഫേർട്ട് ഇടുക എന്നുള്ള നല്ല രീതിയിൽ എഫേർട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ കുറേയൊക്കെ നമ്മുടെ പ്രശ്നങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ മാറുമെന്ന് തോന്നുന്നു. പിന്നെ ഓരോരുത്തർക്കും ഓരോ ലവ് ലാംഗ്വേജ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ചില ആളുകൾക്ക് ലവ് ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തിരിക്കുന്ന ഫിസിക്കൽ ടച്ച് ആയിരിക്കാം, ചിലർക്ക് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിരിക്കാം, ചിലർക്ക് ഇമോഷണൽ ആയിട്ടുള്ള വാലിഡേഷൻ ആയിരിക്കാം. അതന്നെ പല രീതിയിൽ ഉണ്ട്. 5 ലവ് ലാംഗ്വേജസ് ഉണ്ട് ഓരോന്ന്. സോഷ്യൽ സർവീസ്, ഫിസിക്കൽ ടച്ച്, അങ്ങനെയുള്ള കുറച്ച് എണ്ണം ഉണ്ട്. ഓക്കെ. അപ്പോൾ അത് പിന്നെ ഓരോരുത്തർ ഓരോ രീതിയിലുള്ള വ്യക്തികളല്ലേ. പിന്നെ സൈക്കോളജി ഒക്കെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കും. 16 തരത്തിലുള്ള വ്യക്തികളുണ്ട് എന്നാണ് പറയുന്നത്. അതിൽ നിങ്ങൾ എത്രത്തോളം വിശ്വസിക്കണമെന്ന് എനിക്കറിയില്ല. 16 തരത്തിൽ. അപ്പോൾ 16 തരത്തിലുള്ള വ്യക്തികൾക്കും 16 തരത്തിലുള്ള പ്രത്യേകതകളിലും കാണണമല്ലോ, അല്ലേ? ഒരാൾക്ക് തന്നെ ഓരോ സമയത്ത്, ഇപ്പോൾ ഈ സമയത്ത് ഇങ്ങനെയാണ് ആവശ്യമെങ്കിൽ കുറച്ച് നേരം കഴിഞ്ഞാൽ ചിലപ്പോൾ വേറൊരു ആവശ്യമായിരിക്കും. അത് ഓരോരുത്തരുടെ സിറ്റുവേഷൻസ് അനുസരിച്ചും അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിനനുസരിച്ച് ആ കാരണങ്ങൾക്കനുസരിച്ചൊക്കെ ആയിരിക്കും, അല്ലേ? ഇപ്പോൾ കാശ് കയ്യില്ലാത്ത സമയത്ത് നമുക്ക് ആഗ്രഹം കുറേ കാശ് ഉണ്ടാക്കണമെന്നായിരിക്കും. കാശൊക്കെ വരുന്ന സമയത്ത് നമുക്ക് സ്നേഹം കിട്ടാനായിരിക്കും. ഈ കാശും സ്നേഹം ഒരുമിച്ച് കിട്ടുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ചിലപ്പോൾ വല്ല അസുഖം വരുന്നുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് അസുഖമൊന്നും ഇല്ലാണ്ട് ജീവിക്കാനായിരിക്കും. അല്ലെങ്കിൽ നമുക്കിത് എല്ലാം റെഡിയായിട്ട് അടിപൊളിയായിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ ഇതിലൊരു രസമില്ല, എന്തെങ്കിലും ചലഞ്ചിങ് ആയ സാധനം ലൈഫിൽ വേണമെന്നായിരിക്കും. അല്ലെങ്കിൽ ഫെയിം കിട്ടണമെന്നായിരിക്കും. ഫെയിം കിട്ടിയ സമയത്ത് നമ്മൾ ആലോചിക്കുന്നത് വെച്ചാൽ പ്രൈവസി ഇല്ലയെന്നാവും ചിലപ്പോൾ. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ കാരണമായിരിക്കും, അല്ലേ? നമ്മുടെയൊക്കെ ലൈഫിൽ ഇങ്ങനെ ലൈഫ് മാറിക്കൊണ്ടേയിരിക്കും. എപ്പോഴും സ്റ്റാഗ്നൻ്റ് ആയിട്ട് ഒരേപോലെ നിൽക്കുമോ? ഇല്ലല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ അറിയുന്നത് മഹീന, റാഫി ഇവർ സെപ്പറേറ്റഡ് ആണെന്നാണ്. ഇവർ സെപ്പറേറ്റഡ് ആയി എന്നുള്ള ഒരു വിഷയത്തെ തന്നെ പൊക്കി പിടിച്ച് സംസാരിക്കുക എന്നുള്ളതല്ലായിരുന്നു എൻ്റെ ഒരു പോയിൻറ്റ്. എൻ്റെ ഒരു പോയിൻറ്റ് സെപ്പറേറ്റഡ് ആയതുകൊണ്ടോ ഡിവോഴ്സ്ഡ് ആയതുകൊണ്ടോ അയ്യോ എന്തുകൊണ്ട് കല്യാണം അവർ ഡിവോഴ്സ്ഡ് ആയി മറ്റാളുടെ പ്രശ്നം കൊണ്ടാണ് ഇയാളുടെ പ്രശ്നം, അല്ലെങ്കിൽ ഇനി ഇവരെങ്ങനെ ജീവിക്കും, അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല എന്നാണ്. പിന്നെ ഗീവ് റെസ്പെക്റ്റ്, ടേക്ക് റെസ്പെക്റ്റ്. അങ്ങോട്ട് കുറ്റം പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് കുറ്റം പറഞ്ഞുകൊണ്ട് ആവണമെന്നില്ല. നമ്മളൊരു പക്ഷേ നമ്മുടെ ഭാഗത്താണ് ശരിയെന്ന് വിചാരിക്കുന്ന സമയത്ത്
ചിലപ്പോൾ അപ്പുറത്തിരിക്കണ ആൾ പറയുണ്ടാവും അവരുടെ ഒരു വേർഷനിൽ നോക്കുമ്പോൾ അത് ശരിയായിരിക്കും. പിന്നെ മൂന്നാമത് നാലാമതൊക്കെ ആൾക്കാർ ഇതിൻ്റെ ഇടയിൽ കയറി വരുമ്പോൾ ഇത് വലിയ പ്രശ്നങ്ങളാക്കി മാറ്റി മറിക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊന്നും ഇല്ലാണ്ട് അവരത് വളരെ രമ്യമായ രീതിയിൽ ഫ്രണ്ട്ലി ആയിട്ട് റെസ്പെക്റ്റ്ഫുള്ളായ രീതിയിൽ അടിപൊളിയായിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നുണ്ട് എന്ന് കാണുന്നതിലുള്ള ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയാണ് ഉള്ള ഒരു സന്തോഷം പങ്കുവയ്ക്കുന്നു. അപ്പോൾ രണ്ടുപേർക്കും ഇവരുടെ ജീവിതത്തിൽ എല്ലാവിധ സന്തോഷവും അതേപോലെ കരിയറിൽ നല്ല ഉയർച്ചയും സമാധാനവും ഒരു അടിച്ചുപൊളി ലൈഫും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിരിക്കുക, സേഫായിട്ടിരിക്കുക. മഴയൊക്കെ എങ്ങനെയുണ്ട് ഗൈസ്? ഇവിടെ മഴ ഒരുമാതിരി ഒലക്കേപ്പിന് മഴയാണ് അല്ലേ? ഉരുൾപൊട്ടൽ ഉണ്ടാവും അവിടെ ഇവിടെ അങ്ങനെ എന്തൊക്കെ പറഞ്ഞു, ഉരുൾ പൊട്ടിയിട്ടുണ്ട് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ന്യൂസ് കേൾക്കുന്നുണ്ട്. എല്ലാവരും സേഫായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനൽ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ഒരു കുഞ്ഞ് യൂട്യൂബ് ചാനലാണ്. ഒരുപാട് പോരായ്മകളുണ്ട്, പക്ഷേ ഇനിയുള്ള വീഡിയോസ് നമുക്ക് അടിപൊളിയായിട്ട് മെച്ചപ്പെടുത്തി കൊണ്ടുവരണം എന്നുണ്ട്. കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ട് കേട്ടോ. അത് ഞാൻ വഴിയെ പറയാം, അല്ലെങ്കിൽ ചെയ്ത് കാണിക്കാം. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് എൻ്റെ ചില അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് സെറ്റായിട്ട് തോന്നുന്നുണ്ടായിരിക്കില്ലായിരിക്കും. ഒരിക്കലും എന്നോട് ദേഷ്യം തോന്നരുത്. ഇപ്പോൾ എല്ലാവർക്കും ഒരേ അഭിപ്രായം ആവണമെന്നില്ലല്ലോ. നമ്മൾ വളർന്നൊരു അന്തരീക്ഷവും നമ്മൾ വായിക്കുന്ന പുസ്തകങ്ങളും നമ്മൾ കാണുന്ന സിനിമകളും നമ്മുടെ ഫ്രണ്ട്സും അല്ലേ നമ്മുടെ അനുഭവങ്ങളൊക്കെ വെച്ചിട്ട് നമ്മുടെ ഓരോരുത്തരുടെ അഭിപ്രായം രൂപപ്പെട്ട് വരുന്നില്ലേ. ഇതിങ്ങനെ വളർന്നു വരുന്നതിനനുസരിച്ച് ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുന്നുണ്ടായിരിക്കും. അങ്ങനെ എടുക്കാം, കാര്യങ്ങളൊക്കെ പോസിറ്റീവായിട്ട് എടുക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഗൈസ്. അപ്പോൾ ഓക്കെ, ബൈ ബൈ.